സ്റ്റേഷനിലുണ്ടായ ദുരനുഭവം ബിന്ദു നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ അവിടെ എത്തി ബിന്ദുവുമായി സംസാരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവമാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ബിന്ദു സംസാരിക്കുകയാണ് KPCC അധ്യക്ഷനോട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, KPCC അധ്യക്ഷൻ എത്തിയിരിക്കുന്നു, ഒപ്പം DCC അധ്യക്ഷൻ ഉൾപ്പെടെ അവിടെ ഉണ്ട്, ബിന്ദുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, എന്തായാലും ബിന്ദുവിന് തുണയുമായി ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും സംസ്ഥാന അധ്യക്ഷനും സണ്ണി ജോസഫും എത്തിയിട്ടുണ്ട്. പ്രധാനമായും എന്താ നടന്നതെന്നുള്ളത് ചോദിച്ചറിയുകയാണ് KPCC അധ്യക്ഷൻ. അതിനുശേഷം ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് പിന്തുണ അല്ലെങ്കിൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാകുമെങ്കിൽ അവർക്കത് ചെയ്യുമെന്നുള്ള ഉറപ്പൊന്ന് ബിന്ദുവിന് നൽകും. നിലവിൽ കഴിഞ്ഞ ദിവസം ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിൽ പല ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയായിരുന്നു തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന ചുള്ളിവാനൂർ സ്വദേശിയായിട്ടുള്ള ബിന്ദു എന്ന 2 കുട്ടികളുടെ അമ്മ കൂടിയായി അവർക്കൊരു വലിയ രീതിയിലുള്ള ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. കാരണം അവർ ജോലി ചെയ്തിരുന്ന വെറും 3 ദിവസം മാത്രം ജോലി ചെയ്തിരുന്ന പേരൂർക്കടയിലെ ഒരു വീട്ടിൽ നിന്നൊരു 18 ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണമാല കാണാതെ പോകുന്നു. ആ കാണാതെ പോകുന്നതുമായി ബന്ധപ്പെട്ട് ആ വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് തൊട്ട് മുമ്പ് വരെ ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വീട്ടുജോലിക്കാരെ ആളെ അത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. സാധാരണ എല്ലാ കേസുകളിലും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അതെല്ലാം പോലീസിന്റെ ഈ രീതിയാണ്, എല്ലാ കേസുകളിലും അത്തരത്തിൽ നടക്കുന്നതുമാണ്. പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഞെട്ടിക്കുന്നത്. അതിലാണ് ജാതി അധിക്ഷേപമുള്ളത്, വർണ്ണവിവേചനമുള്ളത് ഒക്കെ മാത്രമല്ല പല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അടക്കമുള്ള കാര്യങ്ങളുള്ളത്. കാരണം 20 മണിക്കൂർ അവരെ അവിടെ ഇരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി എന്ന പേരിലായിരുന്നു അവരവിടെ ഇരുത്തിയത്. പലതവണ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിച്ചുകൊള്ളാൻ അവർ ആട്ടിപ്പായിച്ചു. അങ്ങനെ പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ട് ഏതാണ്ട് 20 മണിക്കൂർ ആ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന സ്ത്രീ അതിജീവിച്ചു. മാത്രമല്ല ഇതിനെതിരെ പരാതി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം നൽകാൻ പോയപ്പോൾ അവർ ദുരനുഭവം നേരിട്ടു, അല്ലെങ്കിൽ അവർ മോശമായ രീതിയിൽ അത് കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല. ശരി, ഏതായാലും ഇപ്പോൾ ബിന്ദുവിനെ സന്ദർശിച്ച് പിന്തുണ അറിയിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്, പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രതിപക്ഷം അങ്ങനെ ആ വിഷയത്തിൽ ഇടപെടുകയാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വന്നതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായ ഇടപെടലുകൾ, അതുമായി ബന്ധപ്പെട്ട വിമർശനമാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.